എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷസംഹിതയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശ്രീരംഗത്താണ്. ഭൂലോക വൈകുണ്ഠമായ ശ്രീരംഗത്തേക്കാണ് വന്നിരിക്കുന്നത്. പുറകിൽ കാണുന്നതാണ് ഭഗവാന്റെ ഗർഭഗൃഹവും ഗോപുരങ്ങളും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം. നിത്യപൂജയുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ ക്ഷേത്രം അറിയപ്പെടുന്നത് ശ്രീരംഗം ക്ഷേത്രം തന്നെയാണ്. അനന്തപത്മനാഭസ്വാമി തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഗർഭഗൃഹത്തിൽ അനന്തപത്മനാഭസ്വാമി ശയിക്കുന്നതായിട്ടാണ് പ്രതിഷ്ഠയുള്ളത്. 21 ഗോപുരങ്ങൾ അടങ്ങുന്നതാണ് ഈ ക്ഷേത്ര സമുച്ചയം. ഭഗവാന്റെ ദർശനം കഴിഞ്ഞ നാലമ്പലത്തിനകത്ത് തന്നെ പുറകു ഭാഗത്തായി മഹാലക്ഷ്മിയുടെ സന്നിധിയുണ്ട്, ധന്വന്തരമൂർത്തിയുടെ സന്നിധിയുണ്ട്, ശ്രീരാമനും ലക്ഷ്മണനും ഹനുമാനും ആയിട്ടിരിക്കുന്ന ആലയങ്ങളുണ്ട്. ഇത്യാദികളെല്ലാം നമുക്ക് ചുറ്റി നടന്ന് തൊഴുത് പ്രാർത്ഥിച്ചു വരാവുന്നതാണ്. ജയ കോദണ്ഡ രാമാവതാര കുവി ജയ വീരംഗപൂര വിഹാര. ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രകാരങ്ങളും ചേർന്ന അമ്പലമാണ് ശ്രീരംഗം അമ്പലം. ശ്രീരംഗം അമ്പലത്തിൻ്റെ തൊട്ടുപടി പുറകുവശത്തായി കാണുന്ന ലക്ഷ്മി കോവിൽ ഇവിടെ അറിയപ്പെടുന്നത് തായാർ സന്നിധി എന്നാണ്. വൈഷ്ണവസിദ്ധരായ രാമാനുജരുടെ ജീവസമാധി സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് ക്ഷേത്രത്തിൻ്റെ വെളിയിലായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ദിനം പ്രതി പൂജകളും വഴിപാടുകളും ഉണ്ട്. ഈ കാണുന്നതാണ് ആയിരങ്കൽ മണ്ഡപം. വൈകുണ്ഠ ഏകാദശി അതായത് പരമ ഏകാദശി എന്ന് പറയുന്ന ഇവിടുത്തെ ഏകാദശിക്ക് ഭഗവാനെ ഈ ആയിരങ്കൽ മണ്ഡപത്തിൽ കൊണ്ടിരുത്തിയാണ് പൂജ കഴിക്കുന്നതും. ആയിരങ്കൽ മണ്ഡപം എന്ന് പറയുന്നെങ്കിലും 960 തൂണുകളാണ് അതിനകത്തുള്ളത്. 40 തൂണുകൾ തൊട്ടപ്പുറത്താക്കി വെച്ച് വേറൊരു മണ്ഡപം പണിതിരിക്കുന്നു. അതായത് 1000 കൽ മണ്ഡപം മൊത്തവും പണിഞ്ഞാൽ വൈകുണ്ഠത്തിന് തുല്യമാണ് എന്നുള്ള അവസ്ഥ വരികയും പിന്നെ അത് പുനർമൂല്യനിർണ്ണയം ചെയ്തു പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ടാണ് 960 ഇവിടെയും 40 അവിടെയുമായിട്ട് കാണിച്ചിരിക്കുന്നത്. 40 വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ഈ പരമപദ ഏകാദശി എന്ന് പറയുന്ന 10 രാത്രിയും 10 പകലും ശ്രീരംഗനാഥനെ ആനയിച്ച് എഴുന്നള്ളിപ്പിച്ച് ഇവിടെ ഇരുത്തിയാണ് പൂജ കഴിക്കുന്നത്. ശ്രീരംഗനാഥനെ കാണുവാനുള്ള ക്യൂ ആണ് ഇത്. ഞങ്ങൾ പോയപ്പോൾ തിരക്ക് നന്നേ കുറവായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. അതിന് 100 രൂപ കൊടുത്ത് ശീഘ്രദർശനം ലഭ്യമാണ്. ഭഗവാന്റെ കൊടിമരം ആണ് ഈ കാണുന്നത്. ഇവിടം വരെയേ ഉള്ളൂ ക്യാമറയ്ക്ക് അലോബിള്. ഗർഭഗൃഹത്തിലേക്ക് നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഓം നമോ നാരായണായ. ये भी क्या ले जाएंगे वो कम जैसे है ना 10-10 रुपया में ये भी चालू. ക്ഷേത്രത്തിൽ രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ അന്നദാനം എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അന്നദാന മണ്ഡപമാണ് ഈ കാണുന്നത്. പച്ചരിച്ചോറ്, സാമ്പാർ, 2 കൂട്ടം കറികൾ, അച്ചാർ, മോര്, രസം എന്നിവ കൂട്ടി നല്ല ഊണാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. എല്ലാവരും ഭഗവാന്റെ അന്നപ്രസാദം കഴിക്കേണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിലെ പ്രധാന ഗോപുരത്തിന് ഇടതുഭാഗത്തായിട്ടാണ് അന്നദാന ഹാൾ സ്ഥിതി ചെയ്യുന്നത്.
ഇനിയുള്ള കാഴ്ചകൾ അന്നദാനം കഴിച്ചതിന് ശേഷം ആകാം. ശ്രീരംഗത്തെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ ശ്രീരംഗത്തെ ഗോപുരങ്ങൾ, ശ്രീരംഗപട്ടണത്തിലെ കാഴ്ചകൾ, ഭഗവാന്റെ അഭിഷേകത്തിന് ജലമെടുക്കുന്ന നദിയായ കൊല്ലിട നദി എന്നിവയെക്കുറിച്ചുള്ള വിശേഷങ്ങളുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. വീഡിയോ കണ്ടവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. വേണു തിരുമേനി.